ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ NH66 വർക്ക് നടക്കുന്ന കോട്ടക്കൽ ഭാഗത്താണ്. കോട്ടക്കൽ ഭാഗത്ത് വളരെ നല്ല മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പോകുന്നത് കോട്ടക്കൽ ബൈപ്പാസിന്റെ അവസാന ഭാഗത്തേക്കാണ്. അവസാന ഭാഗത്താണ് കൂടുതൽ പാറകളൊക്കെ പൊട്ടിച്ചെടുക്കാനുള്ള വർക്കുകൾ ഉണ്ടായിരുന്നത്. ആ ഭാഗത്തേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ഈ ഭാഗത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് നോക്കാം. ഈ ഭാഗത്ത് വരെയാണ് നമ്മുടെ കോട്ടക്കൽ ഹൈവേ ഇപ്പോൾ കടന്നു വരുന്നത്. ഇവിടുന്ന് കോട്ടക്കൽ ഭാഗത്തേക്കാണ് ഹൈവേ തിരിഞ്ഞു പോകുന്നത്. ഇവിടെ കാണാൻ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടാണ് കോട്ടക്കൽ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം. ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഫുൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഭാഗം ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വാഹനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടില്ല. ഇതിൻ്റെ മുൻഭാഗത്താണ് നമ്മൾ പറഞ്ഞ പാറകളൊക്കെ പൊട്ടിച്ചെടുക്കാനുള്ളത്. ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് വരുന്നത്, ബൈപ്പാസിൻ്റെ ലാസ്റ്റ് ഭാഗത്ത്. അപ്പം അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റൂല. അങ്ങോട്ടുള്ള വഴികളൊക്കെ അടച്ചു വെച്ചതാണ്. പക്ഷെ നമ്മൾ വേറെ വഴിയിലൂടെ പോയിട്ട് നമ്മൾ നിങ്ങൾക്ക് വീഡിയോ സ്ഥലം വർക്ക് കാണിക്കുന്നുണ്ട്. ഇതാണ് ഹൈവേയിൽ നിന്ന് എക്സിറ്റ് ആകുന്ന ഒരു ഭാഗമാണ് നമ്മുടെ കോട്ടക്കൽ ഭാഗത്തേക്ക്, എടരിക്കോട് ഭാഗമാണത്. ഇതിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത്. ഫുള്ളായിട്ട് വർക്കുകൾ ഈ ഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വളരെ കുറഞ്ഞ വർക്കുകൾ മാത്രമാണ്, ഫിനിഷിങ് വർക്കുകൾ. ഈ വരുന്ന വാഹനങ്ങളൊക്കെ കോഴിക്കോട് ഭാഗത്തുനിന്ന്, ഈ കാണുന്നതാണ് നമ്മളെ എടരിക്കോട് ഭാഗത്തുനിന്ന് ഹൈവേയിലേക്ക് കയറി വരുന്ന ഒരു എൻട്രി പോയിന്റ്. അതാണ് തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്നൊരു ഭാഗം കൂടെയാണ് ഇത്. നമ്മുടെ ഈ സൈഡിൽ, ഓപ്പോസിറ്റ് സൈഡിൽ ഹൈവേൻ്റെ ഭാഗത്ത് വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. ഔദ്യോഗികമായിട്ട് തുറന്നു കൊടുത്തിട്ടില്ലെങ്കിലും ഈ ഭാഗത്തൂടെയൊക്കെ വാഹനങ്ങൾ അങ്ങോട്ട് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തൂടെ നമുക്ക് ഇനി ഹൈവേൻ്റെ അങ്ങോട്ട് മുൻഭാഗത്തേക്കാണ് പോകാനുള്ളത്. അതിൻ്റെ മുന്നേ നമുക്ക് താഴ്ഭാഗത്തുള്ള കാഴ്ചകളൊന്ന് കാണാം. അപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ താഴ്ഭാഗത്ത് ഒരു ചെറിയ ജംഗ്ഷൻ പോലെയാണ് കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ, തിരൂർ ഭാഗത്തുനിന്ന് വരുന്നത്, കോട്ടക്കൽ ഭാഗത്തുനിന്ന് വരുന്നത് എല്ലാം കൂടെ വന്ന് ജോയിൻ്റ് ആകുന്ന ഒരു ജംഗ്ഷനും കൂടെയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നല്ല രീതിയിലൊക്കെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേ പേർക്ക് ഇപ്പോൾ ഏത് ഭാഗത്തൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകേണ്ടതെന്നൊന്നും അറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞും മറിഞ്ഞൊക്കെയാണ് നടക്കുന്നത്. നമ്മൾ അവിടുന്ന് വിട്ടിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ. അവിടെയൊക്കെ നമ്മൾ വീഡിയോ ചെയ്തതാണ്. അതുകൊണ്ട് വെറുതെ അവിടെയൊക്കെ സമയം കളയേണ്ട വിചാരിച്ചു. ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ല കണ്ട ഭാഗം വീണ്ടും കാണിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ അവിടുന്ന് വിട്ടതാണ്. ഇവിടെ പുതുതായിട്ട് ഭാഗത്തൊക്കെ ടാറിങ് ചെയ്ത് അടിപൊളിയായിട്ട് നല്ല മനോഹരമായ റോഡ് നമുക്ക് കാണാം. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡിലുള്ള ഓരോ ഭാഗത്ത് ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നോക്കി കണ്ടിട്ട് നമ്മൾ ലാസ്റ്റ് ഭാഗത്തേക്കാണ് പോകുന്നത്. അവിടെ വലിയ രീതിയിലുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. ആ ഭാഗത്തുള്ള വർക്കുകൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഹൈവേയിൽ കൂടെ തന്നെ നമുക്ക് തൃശ്ശൂർ ഭാഗത്തേക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. മലപ്പുറം ജില്ലയിൽ ആകെ 3 ഭാഗത്ത് മാത്രമാണ് ഇനി വർക്ക്, 4 ഭാഗത്ത് മാത്രമാണ് വർക്കുകൾ ബാക്കിയുള്ളത്. കൊളപ്പുറം, കൂരിയാട്, കോട്ടക്കൽ ഭാഗത്ത്, വട്ടപ്പാറ ഭാഗത്ത്, കുറ്റിപ്പുറം ഭാഗത്ത്, ഇങ്ങനെ 4 ഭാഗത്ത് മാത്രമാണ്. അതിൽ ഏറ്റവും ആദ്യം കഴിയുന്നൊരു ഭാഗം നമ്മുടെ കോട്ടക്കൽ ഭാഗത്തായിരിക്കും. പിന്നീട് കൊളപ്പുറം, കൂരിയാട് ഭാഗത്തായിരിക്കും. പിന്നെ വട്ടപ്പാറ ഭാഗത്തൊക്കെ ഇന്നലെ വീഡിയോ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. മുന്നോട്ട് വരുമ്പോൾ ഇവിടെ കാണാം ഒരു എക്സിറ്റ്, ഹൈവേയിൽ നിന്ന് ഇറങ്ങി പോകാനുള്ളത്. ഈ വരുന്ന തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് എടരിക്കോട്, കോട്ടക്കൽ, തിരൂർ ഭാഗങ്ങളിലേക്കൊക്കെ പോകാനുള്ള ഒരു എക്സിറ്റ് ഇവിടെയാണ്. അതിൻ്റെ ഭാഗത്ത്, ഈ ഭാഗത്തൊക്കെ ഇനി ക്രഷ് ബാരിയറിൻ്റെ വർക്കുകൾ നടക്കാനുണ്ട്. ക്രഷ് ബാരിയറിൻ്റെ വർക്കുകളാണ് നടക്കുന്നത്. ഇവിടെ കുറേ ഭാഗത്ത് താഴ്ഭാഗത്തു നിന്ന് തന്നെ കോൺക്രീറ്റ് ചെയ്ത് ഇങ്ങനെ കോൺക്രീറ്റ് വാളാണ് കൊണ്ടുവരുന്നത്. അതിൻ്റെ മുകൾ ഭാഗത്താണ് ക്രഷ് ബാരിയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കുകളാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് കാണാം ഇവിടെ ഒരു ചെറിയൊരു റോഡൊക്കെ ഉണ്ട് ഇതിൻ്റെ ഭാഗത്ത് തന്നെ. ഇനി ഈ ഭാഗത്തൊക്കെ മണ്ണ് നിറക്കാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ട്. ഇവിടെ കാണാം ഒരു ചെറിയൊരു പഞ്ചായത്ത് റോഡ്, അതിൻ്റെ ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മുടെ തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്ന, വളാഞ്ചേരി ഭാഗത്തു നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾ കോട്ടക്കൽ ഭാഗത്തേക്ക്, തിരൂർ ഭാഗത്തേക്കൊക്കെ ഹൈവേയിൽ നിന്ന് ഇറങ്ങിപ്പോവാം. ഈ ഭാഗത്ത് ഇനിയും കോൺക്രീറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇനിയും ബാക്കിയുണ്ട്. കുറേ ഭാഗത്ത് ഇങ്ങനെയൊക്കെ വർക്കുകളുണ്ട്. അവിടെ എന്തൊക്കെയോ വർക്കുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡ് ഭാഗത്ത് ഫുള്ളായിട്ട് കോൺക്രീറ്റ് വാളല്ലാത്തതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ പുല്ല് പതിച്ചതൊക്കെ നമ്മൾ കാണിച്ചിരുന്നത്. ആ ഭാഗത്തൊക്കെ പോയി നോക്കാം. പുല്ല് പതിച്ച ഭാഗത്തൊക്കെ കുറേയൊക്കെ പുല്ല് വളർന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നനച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം.
നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ കാണാം, ഇവിടെ റോഡിൻ്റെ സൈഡ് ഭാഗത്ത് മണ്ണ് ലെവൽ ചെയ്ത് ഭാഗമാക്കി വെച്ച ഭാഗത്തൊക്കെ ഒരു ഷീറ്റ് വിരിച്ച് നമ്മൾ കണ്ടതാണ് പുല്ലൊക്കെ പതിക്കുന്നത്. അതിൻ്റെ വർക്കാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിന് വെള്ളം ഒഴുകി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം കോൺക്രീറ്റ് ചെയ്ത് കാണുന്നുണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു LED വാളൊക്കെ കൊടുത്തിട്ടുണ്ട്. കുറേ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഇത് കറക്റ്റായിട്ട് തുറന്നു കൊടുത്തിട്ടില്ല. രണ്ട് ഭാഗത്തേക്കും വാഹനങ്ങൾ പോകുന്നുണ്ട്. കാണാം നമുക്ക് ഒരു സൈഡിൽ കൂടെ തന്നെ രണ്ട് സൈഡ് ഭാഗത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആളുകൾ അവരുടെ ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കാഞ്ഞാൽ അപകടങ്ങളൊക്കെ ഉണ്ടാകും. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ച് കളിക്കുന്നവരുണ്ട്, ഇവിടെ പഠിക്കുന്നവരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. വാഹനങ്ങൾ ഇതിലൂടെ കറക്റ്റായിട്ട് തുറന്നു കൊടുക്കാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് ആളുകൾ. അപ്പോൾ നമുക്കിനി മുൻഭാഗത്തേക്ക് പോയി നോക്കാം. ഇതാ ഒരു നാഷണൽ പെർമിറ്റ് വരെ പോകുന്നുണ്ട്. അവിടെ വളരെ കുറച്ച് വർക്കുകൾ മാത്രമാണ് ഇനി കോട്ടക്കൽ ബൈപ്പാസിൽ നടക്കാനുള്ളത്. അവിടെ മുൻഭാഗത്ത് അവിടെ വരുന്ന ഒരു ഫ്ലൈ ഓവറിൻ്റെ അടുത്താണ് അങ്ങനെയുള്ള വർക്കുകൾ കൂടുതലായിട്ട് നമ്മൾ കണ്ടിരുന്നു. പാറൊക്കെ പൊട്ടിക്കുന്നത് ആ വർക്ക് കൂടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് കോട്ടക്കൽ ടച്ച് ചെയ്യാതെ ഒരു പ്രയാസവും ഇല്ലാതെ നമുക്ക് ഈ ബൈപ്പാസിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അപ്പോൾ അവിടെ കൊടുത്ത ബോർഡിൽ കൊടുത്തത് കറക്റ്റ് അല്ല കേട്ടോ. ശരിക്ക് ഇവിടുന്ന് 15 കിലോമീറ്ററാണ് തിരൂരിലേക്ക് കൊടുത്തിട്ട്. 15 ഇല്ല, 13 പിന്നെ കോട്ടക്കൽ ഭാഗത്തേക്ക് ഇവിടുന്ന് 3, ഏകദേശം 2 കിലോമീറ്റർ കാണുള്ളൂ. കോഴിക്കോട് ഭാഗത്തേക്ക് 46 കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റായിരിക്കും തോന്നുന്നത്. നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ കാണാം, നമുക്ക് പുല്ലുകളൊക്കെ മുളച്ചിട്ടുണ്ട്. ഇവിടെ നല്ല രീതിയിൽ പുല്ല് വളർത്തിയെന്ന്. താഴെ ആടൊക്കെ ഉണ്ട് കേട്ടോ. ആട് ചിലപ്പോൾ തിന്നാൻ സാധ്യതയുണ്ട്. ഇവിടെയൊക്കെ കാണാം നമുക്ക് പുല്ല് വളരെ കൂടുതലായിട്ട് പുല്ല് ഇപ്പോൾ മുളച്ച് നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നു. പിന്നെ അവർ നല്ല രീതിയിൽ നനച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ പേര് കമൻറ്റുകളൊക്കെ ബാഡ് കമൻറ്റുകളൊക്കെ എഴുതുന്നുണ്ട്. ബാഡ് കമൻറ്റുകൾ എഴുതുന്നവർ ബാഡ് കമൻറ്റുകൾ എഴുതുക. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലാണ് വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ പുതിയൊരു മാറ്റങ്ങളൊന്നും വരുത്താൻ എന്നെക്കൊണ്ട് പറ്റും തോന്നുന്നില്ല. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ നല്ല രീതിയിൽ വീഡിയോ ചെയ്യും. കുറേ പേര് ഹൈവേൻ്റെ വീതിനെ പറ്റിയൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നേ. 40 വർഷത്തിലേറായില്ലേ ഈ ഹൈവേൻ്റെ പ്ലാൻ ചെയ്തിട്ട്. എന്നിട്ടും ഇത്രയൊക്കെയാണ് വളരെ കറക്റ്റായിട്ട് ഹൈവേൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. കംപ്ലൈൻറ്റുകളല്ല, അഭിപ്രായങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ കണ്ട കുറേ അഭിപ്രായങ്ങൾ ഇതിൽ കാണുമ്പോൾ ഇങ്ങനെ പറയുന്നതാണ്. അതാർക്കും വിഷമിക്കാനോ തെറ്റായിട്ടുള്ള കാര്യങ്ങളല്ല. നമ്മൾ പൊതുവേ ഉള്ളൊരു കാര്യങ്ങൾ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് അറിയിക്കുക, അത് പറഞ്ഞു എന്നുള്ളൂ. നമ്മൾ പറഞ്ഞിരുന്നത് എന്താ പറഞ്ഞാൽ നമ്മുടെ ഭരണാധികാരികൾക്കും എൻജിനീയർമാർക്കൊന്നും ദീർഘവീക്ഷണം ഇല്ലയെന്ന്. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് സത്യം. നമ്മൾ ഇപ്പോഴത്തന്നെ ഇത്രയും ചെറിയ റോഡിന് വലിയ സംഭവമായി കാണുന്നുണ്ട്. ഇത് വരും തലമുറക്കും കൂടെ പ്രയോജനപ്പെടുന്ന രീതിയിൽ വർക്ക് ചെയ്യണം എന്നാണ് എല്ലാവരുടെ അഭിപ്രായം. അങ്ങനെ പറഞ്ഞതാണ് കുറേ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ കാണാം നമുക്കൊരു ഹൈവേയിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇവിടെ ഒന്നും വർക്ക് കഴിഞ്ഞിട്ടില്ല, ഒരു എൻട്രി പോയിൻ്റാണത്. അപ്പോൾ ഈ ഭാഗത്തൊന്നും ലൈൻ മാർക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ കുറേ ഭാഗങ്ങളുണ്ട്. ഇതുപോലെ കാലിൻ്റെ ഭാഗത്തൊക്കെ ജോയിൻറ്റിങ് വർക്കുകൾ, അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇനിയുണ്ട് കോട്ടക്കൽ ബൈപ്പാസിൽ. ഇപ്പോൾ അവിടെ കാണുന്നത് നമുക്ക് കാണാൻ ലൈറ്റിൻ്റെ കാലൊക്കെ പിടിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. കോട്ടക്കൽ ബൈപ്പാസിൽ ഇനി എന്തൊക്കെ വർക്കുകൾ എവിടെയാണെന്നുള്ളതൊക്കെ കുറേ പേരും നമ്മൾക്ക് മെസ്സേജിലൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഇനി ഈ കാണുന്ന ഭാഗത്ത് മാത്രം, വളരെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇനി പാറ പൊട്ടിച്ചെടുക്കാനുള്ളത്. അതിൻ്റെ വർക്കുകളാണ് അവിടെ നടക്കുന്നത്. ഇവിടെ ഒരു പുതിയൊരു രീതിയിൽ ഡ്രില്ല് ചെയ്യുന്ന ഒരു മെഷീനൊക്കെ കാണാം നമുക്ക് ഇവിടെ. ഇതാണ് നമ്മുടെ ഈ ബോറൽ അടിക്കുന്ന മെഷീൻ പോലുള്ള ഒരു സംഭവം തന്നെയാണ്. അതിൻ്റെ ഇതാണത്, ഒരു ട്രെയിന് കാണാം. ഇങ്ങനെയുള്ള അതൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്, അതൊക്കെ കാണിച്ചിരുന്നത്. ഇതൊരു വേറൊരു മെഷീനാണ്, അത്യാവശ്യം വലിയൊരു. ഇത് വന്നതിന് ശേഷമാണ് ഇവിടെ കൂടുതലായിട്ട് പാറകളൊക്കെ പൊട്ടിച്ചെടുത്തത്. ഇവിടെ നൈറ്റിൽ വരെ വർക്കുകൾ നടക്കുന്നുണ്ട്. അതിനാണ് ഇത്. അവിടെ കാണാം നമുക്ക്
പാറ ഇനിയും കുറച്ച് ഭാഗത്തൊക്കെ പൊട്ടിച്ചെടുക്കാനുണ്ട്. ഒരു സൈഡിൽ ഫുള്ളായിട്ട് ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കുറേ മുന്നേ നമ്മൾ കാണിച്ചിരുന്നത്. ഇനി ആ ഭാഗത്ത് സോയിൽ ലൈനിങ്ങിൻ്റെ ബാക്കിയുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അവർ ആ മണ്ണ് അവിടെ നിർത്തിയിട്ടുള്ളത്. അത് ഇളക്കിയിട്ട മണ്ണ് അങ്ങോട്ട് കൂട്ടി വെച്ചതാണ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് അവരത് എടുത്തു മാറ്റുന്നതായിരിക്കും. ഇവിടെ കാണാം വളരെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇനി പാറ എടുക്കാനുള്ളൂ കോട്ടക്കൽ ബൈപ്പാസിൽ. ഇത് നമ്മുടെ തമിഴ്നാട് ഗ്രൂപ്പ് വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ ഭാഗത്തെത്തിയിട്ട് ഇവരെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ആ സൈഡിൽ അവർ ഡ്രൈനേജിൻ്റെ വർക്കിന് ആവശ്യമായിട്ടുള്ള മണ്ണൊക്കെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ JCB ഇതുപോലെയുള്ള വണ്ടികളൊക്കെ എടുക്കുന്നുണ്ട്. അവിടെ സോയിൽ ലൈനിങ്ങിൻ്റെ വർക്ക് അതും വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. വളരെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇനി പാറ ഉള്ളത്. ഇത് കാണാൻ നമുക്ക് ഇവിടെ കുറച്ച് ഭാഗത്ത് ഇങ്ങോട്ടുള്ള ഭാഗത്തും അവിടെയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മുൻഭാഗത്തൊക്കെ നോക്കുമ്പോൾ അവിടെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മെറ്റൽ മിക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഭാഗത്ത് കാണാം. ഇവിടെ കുറച്ച് ഭാഗത്താണ് ഇനി സ്ട്രോങ് ആയ ഒരു പാറ ഉള്ളത്. സൈഡ് ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് മണ്ണെടുക്കുന്നുണ്ട്. അവിടേക്ക് വരുമ്പോൾ ചുവടി മണ്ണായിട്ടുണ്ട്, മഞ്ഞ ചുവപ്പൊക്കെ ആയിട്ടുള്ള. ആ ഭാഗത്താണ് നമ്മൾ ഇന്നാളെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നത് ഉറവ വരുന്നത്. ഇപ്പോൾ വരുന്നുണ്ടോയെന്ന് അറിയില്ല. ആ സൈഡിൽ കൂടെ അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. വളരെ കുറച്ച് വർക്ക് മാത്രമാണ് ഉള്ളത്. അവിടെയൊക്കെ പെയിൻറ്റിങ് വരെ കഴിഞ്ഞു. നമ്മുടെ ഓവർപാസിൻ്റെ അടിഭാഗത്തൊക്കെ പെയിൻറ്റിങ് കഴിഞ്ഞ് ഇപ്പം മുകളിലും സൈഡിലൊക്കെ പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞു. ഇനി വളരെ കുറച്ച് വർക്കുകൾ മാത്രമാണ് ഉള്ളത്. കാരണം നമുക്ക് ഇവിടെ വാഹനങ്ങളൊക്കെ ഇതിൽ പോകൽ തുടങ്ങിയിട്ടുണ്ട്. കുറേ പേര് വളരെ വേഗത്തിലാണ് പോകുന്നത്. ഒരു നോട്ടമില്ലാതെ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ആക്സിഡൻറ്റുകൾ ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെ വർക്ക് നടക്കുന്ന സ്ഥലത്ത് കൂടെ പോകുമ്പോൾ പ്രത്യേകിച്ച് ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിൽ പുതുതായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ. ഇനി നമുക്ക് കുറ്റിപ്പുറം ഭാഗത്തേക്കാണ് പോകാനുള്ളത്. കുറ്റിപ്പുറം ഭാഗത്തൊക്കെ പുതുതായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് നോക്കാനുണ്ട്. എത്രയും പെട്ടെന്ന് ഈ ഭാഗത്ത് തുറന്നു കൊടുത്താൽ അത്രയും നല്ലതായിരിക്കും. വളരെ ബുദ്ധിമുട്ടിയാണ് കോട്ടക്കൽ ഭാഗത്തിലൂടെ ആളുകൾ വാഹനം കൊണ്ട് പോകുന്നത്. എല്ലാ സമയത്തും ബ്ലോക്ക് അനുഭവിക്കുന്ന ഒരു ഭാഗം കൂടെയാണ് കോട്ടക്കൽ ഭാഗം. കോട്ടക്കൽ ചെങ്കുവെട്ടി ഭാഗത്തൊക്കെ നല്ല ബ്ലോക്ക് ആയിരിക്കും. ഈ ഭാഗത്തൂടെ വാഹനങ്ങൾ കടന്നു പോകാൻ തുടങ്ങിയാൽ വലിയൊരു ബ്ലോക്ക് ഒഴിവായി കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് കോട്ടക്കൽ ഭാഗത്തേക്കും വളരെ വലിയ ഗുണം തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ റോഡിന്റെ ഭാഗം കുറച്ച് ഭാഗം തുറന്നു കൊടുത്തുകൊണ്ടെന്ന് അറിയുന്ന ആളുകൾ വണ്ടികളൊക്കെ മാത്രമാണ് പോകുന്നത്. കണ്ടില്ല, അങ്ങനെയുള്ള കുറച്ച് വണ്ടികളൊക്കെയാണ് ഇതിൽ പോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ കുറച്ച് പേര് അറിയാതെയും വരുന്നുണ്ട്. കോട്ടക്കൽ ഭാഗത്ത് ഇങ്ങനെയുള്ള വലിയ ലോറികളൊക്കെ വരുമ്പോൾ ചെറിയൊരു കയറ്റുണ്ട് അഡ്രിക്കോട് ഭാഗങ്ങളിൽ. അവിടെയൊക്കെ വന്നിട്ട് കയറ്റത്തിൽ ഇങ്ങനെ നിന്ന് വളരെ ബുദ്ധിമുട്ടാകാറുണ്ട്. അതൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് ഹൈവേന്റെ ഭാഗത്തു കൂടെ തന്നെ ഇപ്പോൾ പോകാൻ പറ്റും. അറിയുന്നവരൊക്കെ ഈ വഴി പോകുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ വട്ടപ്പാറ ഭാഗത്തും അറിയുന്ന വാഹനങ്ങളൊക്കെ ഇതിലൂടെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. വയഡക്റ്റിന്റെ മുകളിലൂടെ അറിയുന്ന വാഹനങ്ങളൊക്കെ തുറന്നു കൊടുത്തിട്ടില്ലെങ്കിലും വാഹനങ്ങളൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിൽ ഇനി ബാക്കി വരുന്ന വർക്കുകൾ. ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ, ജയ് ഹിന്ദ്.